നോളജ് വേ ടു സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് LGSനും UP സ്കൂൾ അസിസ്റ്റന്റ് LDC എന്നിവയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, വായനാ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ സെപ്റ്റംബർ 5, ജൂൺ 19, സെപ്റ്റംബർ 8, ജൂൺ 5. ശരിയായ ഉത്തരം സെപ്റ്റംബർ 5 ആണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, 1928 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഇത് സ്ഥിരം PSCക്ക് ചോദിക്കുന്നതാണ്. ഓരോ വർഷവും കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലങ്ങളും അതിന്റെ അധ്യക്ഷത വഹിച്ച വ്യക്തികളും. ഇവിടെ 1928 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഓപ്ഷൻ എ പയ്യന്നൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി മലപ്പുറം. ഇതിന്റെ ശരിയായ ഉത്തരം പയ്യന്നൂർ. ഓപ്ഷൻ എ പയ്യന്നൂർ. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂർ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ചാൾസ് ബാബേജ്, ഓപ്ഷൻ ബി സബീർ ഭാട്ടിയ, ഓപ്ഷൻ സി ജെയിംസ് റസൽ, ഓപ്ഷൻ ഡി ശകുന്തള ദേവി. ഇതിന്റെ ശരിയായ ഉത്തരം ചാൾസ് ബാബേജ്. അടുത്ത നാലാമത്തെ ചോദ്യം, വയനാട്ടിലെ ഗണപതി വട്ടത്തിന്റെ ഇപ്പോഴത്തെ പേര്? ഓപ്ഷൻ എ സുൽത്താൻ ബത്തേരി, ഓപ്ഷൻ ബി മാനന്തവാടി, ഓപ്ഷൻ സി കൽപ്പറ്റ, ഓപ്ഷൻ ഡി വൈത്തിരി. ഇതിന്റെ ശരിയായ ഉത്തരം നമുക്കറിയാം, ഓപ്ഷൻ എ സുൽത്താൻ ബത്തേരി. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ബച്പൻ ബച്ചാവോ ആന്തോളൻ തുടക്കമിട്ടതാരും? ഓപ്ഷൻ എ മേധ പട്കർ, ഓപ്ഷൻ ബി കൈലാഷ് സത്യാർത്ഥി, ഓപ്ഷൻ സി ഇറോം ശർമിള, ഓപ്ഷൻ ഡി സുന്ദർലാൽ ബഹുഗുണ. ഇതിന്റെ ശരിയായ ഉത്തരം കൈലാഷ് സത്യാർത്ഥിയാണ്. ബച്പൻ ബച്ചാവോ ആന്തോളൻ തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥി. അടുത്ത ആറാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏത്? ഓപ്ഷൻ എ ശനി, ഓപ്ഷൻ ബി യുറാനസ്, ഓപ്ഷൻ സി നെപ്റ്റ്യൂൺ, ഓപ്ഷൻ ഡി വ്യാഴം. ഇതിന്റെ ശരിയായ ഉത്തരം വ്യാഴമാണ്. ഏറ്റവും വലിയ ഗ്രഹവും വ്യാഴം തന്നെയാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക്, ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ പ്രകാശവർഷം, രണ്ടാമത്തേത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഓപ്ഷൻ സി നോട്ടിക്കൽ മൈൽ, ഓപ്ഷൻ ഡി കിലോമീറ്റർ. ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏകകമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അടുത്തതായി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഇതിന്റെ ശരിയായ ഉത്തരം മലപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്, ദേശീയ കർഷക ദിന ഡിസംബർ 23 ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണിത്? ഓപ്ഷൻ എ ചൗധരി ചരൺ സിംഗ്, ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ സി ദേവഗൌഡ, ഓപ്ഷൻ ഡി ശരത് പവാർ. ദേശീയ കർഷക ദിനം ഡിസംബർ 23 ആചരിക്കുന്നത് ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനത്തിലാണ്. അടുത്ത 10ാമത്തെ ചോദ്യം, കേരളത്തിന്റെ സ്വന്തം കലാരൂപമായ കഥകളിയുടെ ആദ്യ രൂപം എന്തായിരുന്നു? ഇത് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ ഓപ്ഷൻ എ കേരള നടനം, ബി രാമനാട്ടം, സി കൃഷ്ണനാട്ടം, ഡി ആട്ടക്കഥ. കേരളത്തിന്റെ സ്വന്തം കലാരൂപമായ കഥകളിയുടെ ആദ്യ രൂപമാണ് ബി രാമനാട്ടം. ഓപ്ഷൻ ബി രാമനാട്ടം. അടുത്ത 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി? ഓപ്ഷൻ എ റിപ്പൺ പ്രഭു, ഓപ്ഷൻ ബി മായോ പ്രഭു, ഓപ്ഷൻ സി കോൺവാലിസ് പ്രഭു ആൻഡ് ഓപ്ഷൻ ഡി മെക്കാളെ പ്രഭു. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മെക്കാളെ പ്രഭു. അടുത്തത് 12ാമത്തെ ചോദ്യം, മലയാള ഭാഷയ്ക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം ഏത്? ഓപ്ഷൻ എ വന്നിട്ട് ബേപ്പൂർ, ഓപ്ഷൻ ബി നിലമ്പൂർ, ഓപ്ഷൻ സി കരിപ്പൂർ ആൻഡ് ഓപ്ഷൻ ഡി തിരൂർ. മലയാള ഭാഷയ്ക്കായി രൂപം കൊണ്ട സർവകലാശാലയുടെ ആസ്ഥാനം
ഓപ്ഷൻ ഡി തിരൂർ. അടുത്തത് 13ാമത്തെ ചോദ്യം. കോമൺവെൽത്ത് രാഷ്ട്രതലവന്മാരുടെ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉച്ചകോടി ഏതാണ്? ഓപ്ഷൻ എ ആസിയാൻ, ഓപ്ഷൻ ബി സാർക്ക്, ഓപ്ഷൻ സി ഒപെക്, ഓപ്ഷൻ ഡി ചോഗം. ഈ ഓപ്ഷൻ 4 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇത് ഓരോന്നും പ്രത്യേകം പഠിക്കേണ്ടതാണ്. എന്നാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചോഗം. കോമൺവെൽത്ത് രാഷ്ട്രതലവന്മാരുടെ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉച്ചകോടിയുടെ പേരാണ് ചോഗം. അടുത്തത് 14ാമത്തെ ചോദ്യം. ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത്, ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ നർഗീസ് ദത്ത്, ഓപ്ഷൻ ബി ഹേമമാലിനി, ഓപ്ഷൻ സി ശ്രീദേവിക റാണി, ഓപ്ഷൻ ഡി ഷബാന ആസ്മി. ഇതിന്റെ ശരിയായ ഉത്തരം ശ്രീദേവിക റാണിയാണ്. അടുത്ത 15ാമത്തെ ചോദ്യം. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്ന എന്ന്? ഓപ്ഷൻ എ 1954, ഓപ്ഷൻ ബി 1968, ഓപ്ഷൻ സി 1970, ഓപ്ഷൻ ഡി 1975. ഇതിന്റെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 1975. 1975 ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നത്. അടുത്തത് 16ാമത്തെ ചോദ്യം. ടർക്കിയിലെ ഭരണകൂട അതിക്രമങ്ങൾക്കെതിരെ പാട്ടുപാടി നിരാഹാര സമരം നടത്തി മരണത്തിന് കീഴടങ്ങിയ മനുഷ്യാവകാശ പ്രവർത്തക. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഇല്ല, തന്നിട്ടില്ല. ശരിയായ ഉത്തരം സെലിൻ ബോലക്ടിക്. സെലിൻ ബോലക്ടിക് ആണ് ടർക്കിയിലെ ഭരണകൂട അതിക്രമങ്ങൾക്കെതിരെ പാട്ടുപാടി നിരാഹാര സമരം നടത്തി മരണത്തിന് കീഴടങ്ങിയത്. അടുത്ത 17ാമത്തെ ചോദ്യം. ശാസ്ത്ര സാഹിത്യത്തിൽ അനന്തത്തെ അറിഞ്ഞ ആൾ എന്ന വിശേഷണത്തിന് പാത്രമായ ഗണിതശാസ്ത്ര പ്രതിഭ. ഇതിന്റെ ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. അടുത്ത 18ാമത്തെ ചോദ്യം. വാട്ടർ എവരിവെയർ, നോട്ട് എനി ഡ്രോപ്പ് ടു ഡ്രിങ്ക്. ആരുടെ വരികളാണത്? കവിതയുടെ പേരെന്ത്? ഇത് എസ്.ടി. കോളറിഡ്ജിന്റെ ദ റൈം ഓഫ് മറൈനർ എന്ന കവിതയിലെ കൃതിയാണ്. അടുത്തത് 19ാമത്തെ ചോദ്യം. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന പ്രശസ്ത രചന നിർവഹിച്ചത് ആര്? ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം ലൂയിസ് കരോൾ. അടുത്തത് 20ാമത്തെ ചോദ്യം. ഇന്ത്യൻ സാഹിത്യകാരനായ ധൻപത് റായ് ശ്രീവാസ്തവിന്റെ തൂലികാനാമം. ധൻപത് റായ് ശ്രീവാസ്തവിന്റെ തൂലികാനാമം പ്രേംചന്ദ് ആണ്. അടുത്തത് 21ാമത്തെ ചോദ്യം. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെ രചനയാണ്? ഉത്തരം ഖുഷ്വന്ത് സിംഗ്. ഖുഷ്വന്ത് സിംഗിന്റെ രചനയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. അടുത്തത് 22ാമത്തെ ചോദ്യം. നോബൽ പുരസ്കാരം നേടിയ ആകെ വനിതകളുടെ എണ്ണം. ഇതിന്റെ ശരിയായ ഉത്തരം 54. അടുത്തത് 23ാമത്തെ ചോദ്യം. സാഹിത്യ സാനുക്കളിൽ എന്ന പ്രശസ്ത മലയാള സാഹിത്യ നിരൂപണ ഗ്രന്ഥം എഴുതിയതാര്? സാഹിത്യ സാനുക്കളിൽ എന്ന പ്രശസ്ത മലയാള സാഹിത്യ നിരൂപണം എഴുതിയത് പുത്തേടത്ത് രാമൻ മേനോനാണ്. അടുത്ത 24ാമത്തെ ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. പ്രേമാമൃതം എന്ന സാമൂഹിക നോവലിന്റെ കർത്താവ്. ഉത്തരം CB രാമൻ പിള്ള. ഇത് PSCക്ക് ആവർത്തിക്കുന്ന ചോദ്യമാണ്. അടുത്തത് 25ാമത്തെ ചോദ്യം. 1982 ഏഷ്യൻ ഗെയിംസിന്റെ പ്രശസ്തമായ പ്രചാരണ ചിഹ്നം എന്തായിരുന്നു? ഉത്തരം അപ്പു എന്ന ആനക്കുട്ടി. അടുത്തത് 26ാമത്തെ ചോദ്യമാണ്. എത്ര ഗീതങ്ങളാണ് ഷേക്സ്പിയർ രചിച്ചിട്ടുള്ളത്? ഇത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിലും ഇതിന്റെ ഉത്തരം 154. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പഴയ ഒരു പരീക്ഷയ്ക്ക്. അടുത്തത് 27ാമത്തെ ചോദ്യം. എല്ലാ വർഷവും ഗജമേള നടക്കുന്നത് ഏത് പട്ടണത്തിലാണ്? ഇതിന്റെ ശരിയായ ഉത്തരം ജയ്പൂർ. ഗജമേള നടക്കുന്നത് ജയ്പൂരിലാണ്. അടുത്തത് 28ാമത്തെ ചോദ്യം. ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് വ്യാസ സമ്മാന പുരസ്കാരം നൽകുന്നത്? ഉത്തരം കേൾക്കുമ്പോൾ തന്നെ അറിയാം, സാഹിത്യ മേഖലയിലാണ്. അടുത്തത് 29ാമത്തെ ചോദ്യം. ഹോജഗിരി നൃത്തം ഏത് സംസ്ഥാനത്തിലാണ് ഉടലെടുത്തത്?
സംസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓരോ സംസ്ഥാനത്തെയും കലയും സാഹിത്യങ്ങളും ആചാരങ്ങളും ചോദിച്ചു വരുന്നുണ്ട്. ഇവിടെ ഹോജഗിരി നൃത്തം ഏത് സംസ്ഥാനത്തിലാണ് ഉടലെടുത്തത്? ഇതിന്റെ ഉത്തരം ത്രിപുരയാണ്. അടുത്തത് 30-ാമത്തെ ചോദ്യം. സന്ദീപ് ദാസ് ഏത് സംഗീത ഉപകരണത്തിന്റെ ഉപാസകനാണ്? ഉത്തരം തബല. അടുത്തത് 31-ാമത്തെ ചോദ്യം. കണ്യാർകളി എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല? ഉത്തരം പാലക്കാട്. അടുത്തത് 32-ാമത്തെ ചോദ്യം. ബേക്കർ തെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഷെർലക് ഹോംസിന്റെ വീടിന്റെ നമ്പർ ഏതാണ്? ഇതിന്റെ ശരിയായ ഉത്തരം 221B, 221B. അടുത്തത് 33-ാമത്തെ ചോദ്യം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക്? ഇതിന്റെ ശരിയായ ഉത്തരം ദേവിക റാണി. അടുത്തത് 34-ാമത്തെ ചോദ്യം. കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചതാര്? കോട്ടയത്ത് തമ്പുരാനാണ് കല്യാണ സൗഗന്ധിക ആട്ടക്കഥ രചിച്ചിട്ടുള്ളത്. നമ്മുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ ജീവചരിത്രം ആയ ഹീറോ എഴുതിയതാര്? ഇതിന്റെ ശരിയായ ഉത്തരം ദേവേന്ദ്ര പ്രഭു ദേശായി. അടുത്തത് 36-ാമത്തെ ചോദ്യം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാര്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് റേച്ചൽ കഴ്സൺ ആണ്. അടുത്തത് 37-ാമത്തെ ചോദ്യം. സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി എഴുത്തുകാരി? ഉത്തരം ബാലാമണിയമ്മ. 38-ാമത്തെ ചോദ്യം. പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം ഏത്? സ്വീഡനാണ് പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം. പുനർജന്മ നിരൂപണത്തിന്റെ കർത്താവ് ആര്? ശരിയായ ഉത്തരം ചട്ടമ്പിസ്വാമികൾ. അടുത്ത 40-ാമത്തെ ചോദ്യം. പുരുഷ സിംഹം എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷ സിംഹം എന്നറിയപ്പെട്ടത്. അടുത്ത 41-ാമത്തെ ചോദ്യം. പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ച വർഷമേത്? 1938-ലാണ് പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം അടുത്ത ചോദ്യമായിട്ടുള്ളത് 42-ാമത്തെ ചോദ്യം. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം ചേരാനെല്ലൂർ. അടുത്തത് 43-ാമത്തെ ചോദ്യം. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നിയമസഭയിൽ അംഗമായ വർഷം? ഉത്തരം 1925. ചോദ്യം 44. പ്രബോധ ചന്ദ്രോദയ സഭ എവിടെയാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചത്? പ്രബോധ ചന്ദ്രോദയ സഭ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചത് വടക്കൻ പെരൂരാണ്. അടുത്തത് 45-ാമത്തെ ചോദ്യം. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹയായത്? ഇതിന്റെ ഉത്തരം സുഗതകുമാരി. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരി. 46-ാമത്തെ ചോദ്യം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ് ഒഫീഷ്യൽ അധ്യക്ഷൻ ആരായിരുന്നു? വൈസ്രോയിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ് ഒഫീഷ്യൽ അധ്യക്ഷൻ ആക്കിയിട്ടുള്ളത്. അടുത്ത 47-ാമത്തെ ചോദ്യം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പിരിച്ചുവിട്ട തീയതി? 1947 ഓഗസ്റ്റ് 14. ഓഗസ്റ്റ് 14-ലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പിരിച്ചുവിട്ടിട്ടുള്ളത്. അടുത്ത 48-ാമത്തെ ചോദ്യം. ബ്രഹ്മം എന്നറിയപ്പെടുന്നത് ഏത് വേദമാണ്? ഒരു ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് വന്നു. ബ്രഹ്മം എന്നറിയപ്പെടുന്നത് അഥർവ വേദത്തെയാണ്. അടുത്ത ചോദ്യം. ഓം ബ്രഹ്മത്വ നിർഭാസത്തിന്റെ കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികളാണ് ഓം ബ്രഹ്മത്വ നിർഭാസത്തിന്റെ കർത്താവ്. ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് വരാം. വളരെ അപൂർവമായിട്ട് മാത്രമേ ആൾക്കാർക്ക് ഇത് അറിയാവൂ. അടുത്തത് 48-ാമത്തെ ചോദ്യം. ക്രിക്കറ്റ് പിച്ചിന്റെ വീതി എത്ര? ക്രിക്കറ്റ് പിച്ചിന്റെ വീതി 3.05 മീറ്റർ ആണ്. 49-ാമത്തെ ചോദ്യം. ക്രിസ്തു സഹസ്രനാമം രചിച്ചത്? കേരളത്തിലെ നവോത്ഥാന നായകന്മാരിലുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിലൊന്നാണ്. ചാവറയച്ചനാണ് ക്രിസ്തു സഹസ്രനാമം രചിച്ചിട്ടുള്ളത്.
അടുത്തത് 50-ാമത്തെ ചോദ്യം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി. ക്രിസ്തു മതച്ഛേദനം ആണ് ആ കൃതി. അടുത്തത് 51-ാമത്തെ ചോദ്യം. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? കന്നേറ്റി കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത്. അടുത്തത് 52-ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി. ഇതിന്റെ ഉത്തരം തേവാര പതികങ്ങൾ. അടുത്തത് 53-ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരു ഓം എന്ന് എഴുതിയ പഞ്ചലോഹ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം. മുരുക്കുംപുഴയിലാണ് ശ്രീനാരായണ ഗുരു ഓം എന്ന് എഴുതിയ പഞ്ചലോഹ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അടുത്തത് 54-ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ച വർഷം. 1916. 1916 ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ചത്. അടുത്തത് 55-ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം. ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. വെളുപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്നത്. അടുത്തത് 56-ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയ വർഷം. 2006. അടുത്തത് 57-ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. 1967 ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. അടുത്തത് 58-ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആര്? അദ്ദേഹത്തിന്റെ ഗുരുവായ തൈക്കാട് അയ്യ സ്വാമികളാണ് അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത്. അടുത്തത് 59-ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരുവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഇതിന്റെ ശരിയായ ഉത്തരം തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യ സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരുവായി കണക്കാക്കപ്പെടുന്നത്. അടുത്ത അവസാനത്തെ ചോദ്യം. ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതി. 1896 സെപ്റ്റംബർ 3. ഇത്രയും ചോദ്യങ്ങൾ